യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ഐ ഗ്രൂപ്പുകൾ തമ്മിൽ കനത്ത മത്സരം നടക്കുകയും ഒടുവിൽ എ ഗ്രൂപ്പ് വിജയിക്കുകയും ഐ ഗ്രൂപ്പ് രണ്ടാമതെത്തുകയും ചെയ്തിരുന്നു. KSUവിൽ മുമ്പ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്തും എ ഗ്രൂപ്പ് വിജയിക്കുകയും ഐ ഗ്രൂപ്പ് രണ്ടാമതെത്തുകയും ചെയ്യുന്നതായിരുന്നു സ്ഥിരം കാഴ്ച. രാഹുൽ ഗാന്ധിയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസിലും പോഷക സംഘടനകളും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നത്. രാഹുൽ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിലും KSUവിലും അന്നേ നടപ്പാക്കിയെങ്കിലും മാതൃസംഘടനയായ കോൺഗ്രസ് സമീപകാലത്താണ് തെരഞ്ഞെടുപ്പ് രീതിയിലേക്ക് പോയത്. കാലാകാലങ്ങളായി ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരാറുള്ളത്. അതിലൊരു മാറ്റം സംഭവിക്കുന്നത് മല്ലികാർജുൻ ഖർഗെ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വന്നപ്പോഴായിരുന്നു. കേരളത്തിലെ എത്രയോ കാലങ്ങളായി ഐ ഗ്രൂപ്പുകളാണ് സജീവമായി ഉണ്ടായിരുന്നത്. AK ആന്റണിയുടെ പേരിലാണ് എ ഗ്രൂപ്പ് എങ്കിലും ഉമ്മൻചാണ്ടിയായിരുന്നു എ ഗ്രൂപ്പിന്റെ നാഡിയും നട്ടലും. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയായിരുന്നു ഐ ഗ്രൂപ്പിന്റെ നേതാവ്. KC വേണുഗോപാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് വന്നതോടെ സംസ്ഥാനത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുകയായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് മേധാവിത്വം രണ്ട് ഗ്രൂപ്പുകൾക്കും നഷ്ടമായി. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ എ ഗ്രൂപ്പ് ശിഥിലമായി. ഐ ഗ്രൂപ്പിൽ നിന്നും നല്ലൊരു ശതമാനം ആളുകൾ KC വേണുഗോപാലിനൊപ്പം പോവുകയും ചെയ്തു. ഒടുവിൽ KSUവിൽ കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാത്ത സ്ഥിതിയുണ്ടായി. VD സതീശൻ പ്രതിപക്ഷ നേതാവായതോടെ മറ്റൊരു ഗ്രൂപ്പ് കൂടി പാർട്ടിക്കുള്ളിൽ ഉദിച്ചുയർന്നു. ആദ്യഘട്ടത്തിൽ VD സതീശനും KC വേണുഗോപാൽ ഗ്രൂപ്പും ഒന്നായിരുന്നു. ഇപ്പോൾ വന്ന് സതീശൻ സ്വന്തം നിലയിൽ ഒരു ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. KSUവിന്റെ തലപ്പത്തുള്ള അലോഷി സേവ്യർ സതീശന്റെ സ്വന്തം ആളും ഗ്രൂപ്പുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ യൂത്ത് കോൺഗ്രസിനും സമവാക്യ രീതിയിൽ പ്രസിഡന്റ് വന്നിരിക്കുകയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പുകാരനായ രാഹുൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു. തൊട്ട് പിന്നിൽ വന്നത് ഐ ഗ്രൂപ്പുകാരനായ അബിൻ വർക്കിയായിരുന്നു. രണ്ടുപേരും പാടെ തഴയപ്പെട്ടു. അവരെക്കാൾ വോട്ട് വളരെ കുറച്ചു മാത്രം നേടിയ തൃശൂരുകാരനായ KC പക്ഷത്തു നിന്നുള്ള OJ ജനീഷാണ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റ്. OJ ജനീഷിനെ അധ്യക്ഷനാക്കിയതിന് പുറമെ ബിനോയ് ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റുമാക്കിയതോടെ യൂത്ത് കോൺഗ്രസ് പൂർണ്ണമായും ACC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിന് കീഴിലായി. കാലങ്ങളായി എ ഗ്രൂപ്പിന്റെ കൈവശമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം. കഴിഞ്ഞ പുനഃസംഘടനയിൽ KSU അധ്യക്ഷ സ്ഥാനവും എ ഗ്രൂപ്പിന് നഷ്ടപ്പെട്ടിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ചിതറിത്തെറിച്ച പഴയ എ ഗ്രൂപ്പിനെ മറ്റൊരു തിരിച്ചടിയാണ് യൂത്ത് കോൺഗ്രസ് തലപ്പത്തെ പുതിയ നിയമനങ്ങൾ. ജനീഷിന് പുറമെ ബിനോയ് ചുള്ളിയിൽ, അബിൻ വർക്കി, KM അഭിജിത്ത് എന്നിവരുടെ പേരായിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നത്. ഇതിൽ അബിൻ വർക്കിയെയും അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിമാരായി ഉയർത്തി. അബിൻ വർക്കിക്കായി രമേശ് ചെന്നിത്തലയും അഭിജിത്തിനായി MK രാഘവന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പും സജീവമായി രംഗത്തുണ്ടായിരുന്നു. പതിവ് പോലെ ഇത്തവണയും വാർത്തകളിൽ JS അഖിലിന്റെ പേരും ഉയർന്നു കേട്ടെങ്കിലും സജീവമായി പരിഗണിച്ചിരുന്നില്ല എന്നാണ് നിലവിലെ നിയമനങ്ങൾ നൽകുന്ന സൂചന. ദേശീയ നേതൃത്വത്തിന്റെ പുനഃസംഘടനയിൽ എ ഗ്രൂപ്പ് KM അഭിജിത്തിന്റെ പേരായിരുന്നു ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ അവസാന നിമിഷം നടന്ന ഇടപെടലുകളിൽ അഭിജിത്തിന്റെ പേര് വെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. അന്ന് പ്രവർത്തകരും നേതാക്കളും അഭിജിത്തിന് വേണ്ടി സജീവമായി രംഗത്തെത്തി. കോഴിക്കോട് MP MK രാഘവന്റെ നേതൃത്വത്തിൽ 4 MPമാർ ഹൈക്കമാൻഡിനെ നേരിട്ട് കണ്ടതായും വാർത്തകൾ ഉണ്ടായിരുന്നു. അന്ന് നഷ്ടമായ ദേശീയ സെക്രട്ടറി സ്ഥാനമാണ് അഭിജിത്തിലേക്ക് വൈകി എത്തുന്നത്. പഴയ സംസ്ഥാന കമ്മിറ്റിയിൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനമില്ല. അധ്യക്ഷന് പുറമെ 7 ഉപാധ്യക്ഷന്മാരാണ് ഉണ്ടായിരുന്നത്. ബിനോയ് ചുള്ളിയലിനെ ഉൾപ്പെടുത്താൻ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം കൂട്ടിച്ചേർക്കുകയായിരുന്നു. നേരത്തെ പ്രഖ്യാപിച്ച പട്ടികയിലെ ഷിബിനയ്ക്ക് പുറമെ മറ്റൊരു വൈസ് പ്രസിഡന്റായ അബിൻ വർക്കി കൂടി ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. ഇതോടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരുടെ എണ്ണം 5 കുറയും. അബിൻ വർക്കി ഏതായാലും നാണം കെട്ട സെക്രട്ടറി സ്ഥാനത്ത് തുടരാനില്ലെന്ന കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നാണവും മാനവും അല്പമെങ്കിലും ഉളുപ്പുമുണ്ടെങ്കിൽ നേതൃത്വം അല്പമെങ്കിലും നീതിബോധമില്ലാത്ത ഇപ്പോഴത്തെ തീരുമാനം പുനരാലോചിക്കുകയാണ് വേണ്ടത്.